ഇതാണ് നമ്മുടെ പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ വെബ് ആപ്ലിക്കേഷൻ. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു വെബ്സൈറ്റ് ആണ്. സോ നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഇന്റർഫേസിലേക്ക് വന്നേക്കും. അടുത്ത 60 ഡേയ്സിലേക്കുള്ള എല്ലാ പ്ലാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് കവർ ചെയ്യുന്ന ടോപ്പിക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻസ്, മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, ലിങ്ക്ഡിൻ ആഡ്സ്, എങ്ങനെ ട്രാക്കിംഗ് സെറ്റപ്പ് ചെയ്യുക, റീടാർഗറ്റിംഗ്, സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യുക, അതുപോലെ ക്ലയന്റ് സൈഡ് എങ്ങനെ വർക്ക് ചെയ്യുക, എങ്ങനെ പോർട്ട്ഫോളിയോസ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ SOPs ബിൽഡ് ചെയ്യുക, ഇതിനെക്കുറിച്ച് എല്ലാം ഇവിടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ടോപ്പിക്സുകൾ കവർ അപ്പ് ചെയ്യുന്നുണ്ട്. ഡേ 1 ഓപ്പൺ ചെയ്യുമ്പോഴായിട്ട് നോക്കിയാൽ വാട്ട് ഈസ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് തമ്മിലുള്ള വ്യത്യാസം വീഡിയോ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതേ ക്ലിക്ക് ചെയ്ത് നേരിട്ട് നമുക്ക് യൂട്യൂബ് ഓപ്പൺ ആവുന്നത്. യൂട്യൂബിലെ വൺ ഓഫ് ദി ബെസ്റ്റ് വീഡിയോ അവൈലബിൾ ഇൻ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ കണ്ടതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കൊടുത്തേക്കുന്നത് കാണാം ഹൗ ഓൺലൈൻ അഡ്വർടൈസിംഗ് വർക്ക്സ് എന്ന്. മിനിമം 3 വീഡിയോസ് എങ്കിലും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ ഹൗ ഓൺലൈൻ അഡ്വർടൈസിംഗ് വർക്ക്സ് അതേ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതേ റിലേറ്റ് ചെയ്ത് ദി ബെസ്റ്റ് വീഡിയോ അവൈലബിൾ ആണ് യൂട്യൂബ് ഇവിടെ കൊടുത്തായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാനും കാര്യങ്ങളൊക്കെ തന്നെ പറ്റുന്നത് ആയി. ആ വീഡിയോ കണ്ടതിന് ശേഷം നെക്സ്റ്റ് ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ടോപ്പിക്കിന്റെ അത് മാക്സിമം എത്ര ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്. സെൽഫ് തോട്ട് ആയിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എത്ര സമയം ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ അത് കവറപ്പ് ചെയ്യണം എന്ന് അറിയാൻ മേലാത്ത. ഇവിടെ ഒരു ടോപ്പിക്കിന് നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം വളരെ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എത്ര റിസോഴ്സസ് ഉണ്ട്, എത്ര ടോപ്പിക്കുകൾ കവറപ്പ് ചെയ്യുന്നുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ടോപ്പിക്കുകളും കവറപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ചൊരു മിനി പ്രൊജക്ട് നമ്മളോടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊജക്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുക, അതായത് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുകയോ റെസ്യൂമിൽ ആഡ് ചെയ്യുകയോ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷമായിട്ട് മേക്ക് ആസ് കംപ്ലീറ്റഡ് എന്നൊരു ഓപ്ഷനാണ്. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചെക്ക് ഇൻ അവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 2% കംപ്ലീറ്റഡ് എന്ന് കാണാനും കാര്യമൊക്കെ തന്നെ സാധിക്കും. ഇതൊരു ചെറിയ ഡാർക്ക് ആയിട്ട് പോകുന്നതായിരിക്കും. നമ്മൾ കംപ്ലീറ്റഡ് ആയെന്നൊരു സിഗ്നൽ വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഡേ 2 പോകാൻ പറ്റുന്നതായിരിക്കും. ഒന്നെങ്കിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകാം. അതേപോലെ ഇവിടെ കാണുന്ന ഡേ 2 ക്ലിക്ക് ചെയ്ത് നേരിട്ട് നമുക്ക് ഡേ 2 പോകാനും സാധിക്കുന്നതായിരിക്കും. ഇത് മൊബൈലിൽ വളരെയധികം ആക്സസബിൾ ആയിട്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സൈഡിലുള്ള 3 ഡോട്ട് വന്നതിന് ശേഷം ആഡ് ടു ഹോം സ്ക്രീൻ അടിച്ചിടുക. മൊബൈൽ യൂസ് ചെയ്യാൻ ഡെസ്ക്ടോപ്പ് മോഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഇത്രയുടെ ബെറ്റർ. കാര്യം നല്ലൊരു സ്മൂത്ത് ഫ്ലോ കിട്ടുന്നത് ആയിരിക്കും. ഡേ 2 വന്നതിന് ശേഷം ഇവിടെ എന്താണ് മാർക്കറ്റിംഗ് ഫണൽ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേ ക്ലിക്ക് ചെയ്യുന്ന മാർക്കറ്റിംഗ് ഫണലിനെ കുറിച്ചൊരു വീഡിയോയിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്യാനായിരിക്കും. അത് നമുക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാനും കാര്യമൊക്കെ തന്നെ പറ്റുന്നതായിരിക്കും. അത് കണ്ടതിന് ശേഷം നെക്സ്റ്റ് ഫുൾ മാർക്കറ്റിംഗ് ഫണൽ സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യുക അതിനെക്കുറിച്ച് വീഡിയോ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് മാർക്കറ്റിംഗ് ഫണൽ എന്നതിനെ കുറിച്ചൊരു ബ്ലോഗ് ആർട്ടിക്കിളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടതിന് ശേഷം മേക്ക് ആസ് കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റുന്നത് ആയിരിക്കും. ഡേ 2 അകത്ത് കോർ മെട്രിക്സ് എന്താണ് CTR, എന്താണ് CPC, എന്താണ് CPA, എന്താണ് റോവാസ്, എന്താണ് CPA, എന്താണ് CVR ഇതിനെ കുറിച്ചൊക്കെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോസ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ 7 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ആവുന്നത് ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഡേ 8 പോയ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്താണ്, അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽസ് കൊടുത്തായിട്ട് കാണാൻ സാധിക്കും. ഒരു വീഡിയോ ക്ലിക്ക് നേരിട്ട് അത് റിലേറ്റ് ചെയ്ത വീഡിയോയിലേക്ക് നമുക്ക് ഓപ്പൺ ആകുന്നത് ആയിരിക്കും. മെറ്റാ ബിസിനസ് സ്യൂട്ട് എങ്ങനെ ഉപയോഗിക്കാം, അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നെക്സ്റ്റ് വീഡിയോയുടെ ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് കംപ്ലീറ്റഡ് കൊടുത്ത് പോകാനും കേൾക്കുന്നതിനെ പറ്റുന്നതായിരിക്കും. നമുക്ക് നെക്സ്റ്റ് തേർഡ് വീക്കിൽ നമ്മൾ മെറ്റയ്ക്കകത്ത് എങ്ങനെ നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, അപ്പൊ എങ്ങനെ നമുക്ക് ബിഡിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, ലോ കോസ്റ്റ്, അതേപോലെ കോസ്റ്റ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഇങ്ങനെയൊക്കെയുള്ള ബിഡിംഗ് സ്ട്രാറ്റജീസ് എങ്ങനെ അഡ്വാൻസ്ഡ് ടോപ്പിക്കുകളിലേക്ക് നമുക്ക് പോകുന്നതായിരിക്കും. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്ത് വീഡിയോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് താഴേക്ക് വന്നതിന് ശേഷം അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗ് ക്യാമ്പയിൻസ് ASC ക്യാമ്പയിൻസ് എങ്ങനെ ബിൽഡ് ചെയ്യുക അതിനെക്കുറിച്ചുള്ള വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വീക്ക് 4 പോയതിനു ഗൂഗിൾ ആഡ്സ് ആണ് അവിടെ നമ്മൾ കവറപ്പ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഗൂഗിൾ ആഡ്സ് എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം, എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം അതിനെക്കുറിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് വീഡിയോ അവൈലബിൾ ആണ് യൂട്യൂബിടെ ലിങ്ക് ചെയ്ത് കൊടുത്തേക്കുന്നതായിട്ട് കാണാനും കേൾക്കുന്നതിനെ പറ്റുന്നതും ആയിരിക്കും. അപ്പൊ അത് കണ്ടതിന് ശേഷം മേക്ക് ആസ് കംപ്ലീറ്റഡ് കൊടുക്കുക. വീക്ക് 5 വന്നതിന് ശേഷം പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ അല്ലെങ്കിൽ PMAX ക്യാമ്പയിൻ നമുക്ക് ഗൂഗിൾ ആഡ്സ് സെറ്റപ്പ് ചെയ്യുക, എങ്ങനെ റൺ ചെയ്യുക, എങ്ങനെ അതിന് സ്ട്രാറ്റജീസ് ബിൽഡ് അതിന്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ വീക്കിലും ഒരു 6 to 7 ഡേയ്സിന്റെ പ്ലാൻ ഉണ്ടായിരിക്കുന്നത്. ഓരോ ടോപ്പിക്കിന്റെ അത് മിനിമം 3 വീഡിയോസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. 6th വീക്കിലേക്ക് പോയതിനു ശേഷം ലുക്കർ സ്റ്റുഡിയോ എങ്ങനെ നമുക്ക് റിപ്പോർട്ട്സ് ബിൽഡ് ചെയ്യാം, അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ വീഡിയോസ് ഇവിടെ കൊടുത്തേക്കുന്നത്. ലിങ്ക്ഡിനെ എങ്ങനെ B2B ഓഡിയൻസ് ടാർഗറ്റിംഗ് ചെയ്യാം എന്നതിനെ കുറിച്ച് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴേക്ക് വന്ന ശേഷം ലിങ്ക്ഡിന്റെ അകത്ത് നമുക്ക് എങ്ങനെ ട്രാക്കിംഗ് സെറ്റ് ചെയ്യാം, ടാക്സും കൺവേർഷൻ ട്രാക്കിംഗ് ഒക്കെ നമുക്ക് ലിങ്ക്ഡിനിൽ എങ്ങനെ ചെയ്യാം അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുത്തേക്കുന്നതായിട്ട് കാണാനും കേൾക്കുന്നതിനെ പറ്റുന്നത് ആയിരിക്കും. 7th വീക്കിന്റെ അകത്ത് എങ്ങനെ നമുക്ക് ക്യാമ്പയിൻസ് സ്കെയിൽ ചെയ്യാം, സ്കെയിലിംഗ് ക്യാമ്പയിൻസ് എങ്ങനെയാണ്, അതെങ്ങനെ മെറ്റീരിയൽ ചെയ്യാം,
അതേപോലെ നമുക്ക് ഇവിടെയായിട്ട് നോക്കിയൊക്കെ എങ്ങനെ നമുക്ക് കോമ്പറ്റേറ്റീവ് അനാലിസിസ് മാർക്കറ്റ് റിസർച്ച് ചെയ്യാം. അതിനെക്കുറിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട്സ് റൈറ്റ്സ് ചെയ്യാം, റിപ്പോർട്ട്സിൽ ഇൻസൈറ്റ്സ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതെങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസേഷൻ ഫേസിലേക്ക് ആഡപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീക്ക് 8 പോയതിനു ശേഷം നമുക്ക് കീവേഡ് റിസർച്ച് ഇൻ പെർഫോമൻസ് മാർക്കറ്റ് ഇന്റന്റ് എങ്ങനെ മനസ്സിലാക്കാം, കീവേഡ് റിസർച്ച് എങ്ങനെ നമുക്ക് മാപ്പിംഗ് ചെയ്യാം എന്നതിനെ കുറിച്ചായിരിക്കും കവർ അപ്പ് ചെയ്യുന്നത്. ഹീറ്റ് മാപ്പ് മനസ്സിലാക്കുന്ന ടൂൾസ് ആണിത്. ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യും, ഇതിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൺവേർഷൻ ട്രാക്കിന് CRM വേണ്ടി യൂസ് ഓഫ് ചെയ്യാൻ കാര്യങ്ങളെ പറ്റുന്നതും ആയിരിക്കും. ഇനി നമ്മുടെ 9th വീക്കിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ നമുക്കൊരു ഫണല് ബിൽഡ് ചെയ്യാം, റീടാർഗറ്റിംഗിന് വേണ്ടി നമുക്ക് ഫണല് ബിൽഡ് ചെയ്യാം. അത് ഫേസ്ബുക്കിലാണെങ്കിൽ എങ്ങനെ നമുക്ക് റീടാർഗറ്റിംഗ് ഫണൽ ബിൽഡ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോസ്, എങ്ങനെ നമുക്കൊരു റീടാർഗറ്റിംഗ് ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡേ 59ലേക്ക് വന്ന ശേഷം ഗൂഗിൾ ആഡ്സ് നമുക്കൊരു വീക്കിൽ എങ്ങനെ ഒരു ഒപ്റ്റിമൈസേഷൻ ഒക്കെ എങ്ങനെ നമുക്ക് അഡ്വാൻസ്ഡ് ഒപ്റ്റിമൈസേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം, അതെങ്ങനെ നമുക്ക് മാപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡേ 16ലേക്ക് വന്നതിന് ശേഷം എങ്ങനെ നമുക്കൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇന്റർവ്യൂസിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം, മെയിൻ ആയിട്ട് വരുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അതിനെക്കുറിച്ചുള്ള ഡോക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്ന കാണാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നത് ആയിരിക്കും. പെർഫോമൻസ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാം. അതുപോലുള്ള കംപ്ലീറ്റ് റിസോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ ആണിത്. ഈ വെബ് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കാര്യമൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ കൊണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കാര്യമൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഇവിടെ ആയിട്ട് സെർച്ച് ഐക്കൺ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ആ ടോപ്പിക് വേണം സെർച്ച് ചെയ്ത് ഫൈൻഡ് ഓഫ് ചെയ്യാൻ കാര്യമൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. ഇതൊരു വെബ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് യാതൊരു രീതിയിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, APK ഡൗൺലോഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ സ്റ്റോറേജിന് ഇഷ്യൂ ഇങ്ങനെ യാതൊന്നും വരാനും പോകുന്നില്ല. കാരണം ഇത് വെബ് ആപ്ലിക്കേഷൻ. ഇവിടെ ആകെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ബുക്ക് മാർക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തിടുക. മൊബൈലിലാണെങ്കിൽ നമുക്ക് ആഡ് ടു ഹോം സ്ക്രീൻ ഒക്കെ അടിച്ചിടാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ കാര്യമൊക്കെ തന്നെ പറ്റുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ താഴെ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാൻ കാര്യമൊക്കെ തന്നെ പറ്റുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.